കമ്മ്യൂണിക്കേഷൻ, പ്രോബ്ലം സോൾവിങ്, അഡാപ്റ്റബിലിറ്റി, ഡിസിഷൻ മേക്കിംഗ്, ഇങ്ങനെയുള്ള കുറേ സ്കിൽസ് ഉണ്ട്. ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് ഫ്രഷേഴ്സിൻ്റെ റെസ്യൂമേലാണ്, അല്ലെങ്കിൽ കരിയറിൽ ഏറ്റവും ഏർലി സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാരുടെ റെസ്യൂമേലാണ്. സോ ഈ ഏർലി സ്റ്റേജിലേക്കൊക്കെ വരുമ്പോൾ ഒരു ഫ്രഷറിലേക്ക് സംബന്ധിച്ച് റെസ്യൂമേ പ്രിപ്പയർ ചെയ്യുമ്പോൾ പലപ്പോഴും എന്തൊക്കെ കോണ്ടന്റ് ആണ് വേണ്ടതെന്ന് നമുക്ക് വലിയ ധാരണ ഉണ്ടാവില്ല. സോ ഡെഫിനറ്റ്ലി നമ്മൾ ഗൂഗിളിൻ്റെ അടുത്തേക്ക് സഹായത്തിന് ചെല്ലും, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ റെസ്യൂമേ മേടിച്ച് ജസ്റ്റ് അസൈൻമെൻറ്റും പ്രൊജക്റ്റും സെമിനാറും ഒക്കെ കോപ്പി ചെയ്യുന്ന പോലെ റെസ്യൂമേ നമ്മൾ കോപ്പി ചെയ്തെന്ന് നമ്മുടെ രീതിയിലേക്ക് ഒന്ന് കസ്റ്റമൈസ് ചെയ്യാൻ നോക്കും. ഈ സ്കിൽസൊക്കെ അങ്ങനെ കിടക്കും. സോ ഈ സ്കിൽസിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്, അതിപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആണെങ്കിലും ഫ്രഷർ ആണെങ്കിലും സ്കിൽസ് ആണെങ്കിലും എന്ത് കാര്യങ്ങളും ആയിക്കോട്ടെ, ഞാനൊരു എക്സാമ്പിൾ സ്കില്ലിനെ ബേസ് ചെയ്ത് പറയാൻ കാര്യം, നിങ്ങളൊരു സ്കില്ല് മെൻഷൻ ചെയ്യുമ്പോൾ ആ സ്കില്ല് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ഒരു സ്കില്ല് നിങ്ങൾക്കുള്ളത്, നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ട് എന്നൊക്കെയുള്ളത് ഒരു നല്ല റിക്രൂട്ടറാണെങ്കിൽ, അല്ലെങ്കിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന റിക്രൂട്ടറാണെങ്കിൽ ഡെഫിനറ്റ്ലി കൺസേൺ ആവും. സോ ഇഫ് യു ആർ എ ഫ്രഷർ ഓർ ഇഫ് യു ആർ എ എന്താ പറയുക, ഒരു ഏർലി സ്റ്റേജിലുള്ള ഒരു കരിയറിലുള്ള പ്രൊഫഷണൽ ആണെങ്കിൽ, ഇഫ് യു ആർ റിട്ടേൺ പ്രോബ്ലം സോൾവിങ് ആസ് എ സ്കിൽ, ദേ മൈറ്റ് ആസ്ക്, ഓക്കെ, ഒരു സോൾവ് ചെയ്ത് 1-2 പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് പറയൂ എന്നൊരു ചോദ്യത്തിലേക്ക് വന്നേക്കാം. ഡിസിഷൻ മേക്കിങ്ങിലാണെങ്കിൽ അതിനെപ്പറ്റി ചോദിച്ചേക്കാം. ടൈം മാനേജ്മെന്റ് ആണെങ്കിൽ, ഓക്കെ, ഹൗ ഡു യു മാനേജ് യുവർ ടൈം എന്ന് ചോദിച്ചേക്കാം. സോ ഇത് ഓരോന്നും ഐഡന്റിഫൈ ചെയ്യാൻ, ഇത് ഓരോന്നും ജസ്റ്റിഫൈ ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതൊരു കൺസേൺ ആണ്. ഈ ഓരോ സ്കിൽസിനെ പറ്റി നിങ്ങൾക്ക് ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. സോ സ്കിൽസ് മെൻഷൻ ചെയ്യുന്ന സമയത്ത് ആ സ്കില്ല് നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഉണ്ടെങ്കിൽ അത് കൺവിൻസിങ് ആവുന്ന രീതിയിൽ ഒരു റിക്രൂട്ടറെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ളത് ഇൻഷ്യൂർ ചെയ്യുക. അതിന് പ്രിപ്പയർഡ് ആയിരിക്കുക. അതിന് പകരം ഗൂഗിളിൽ കാണുന്ന കുറേ സ്കിൽസ് എടുത്ത് റെസ്യൂമിൽ ചുമ്മാ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യാതിരിക്കുക. ഓക്കെ, താങ്ക് യു.